ഗുജറാത്തിന്റെ വികസന അധ്യായത്തിൽ പുതിയ കയ്യൊപ്പുമായി ലുലു ഗ്രൂപ്പ്. ഇന്ത്യ UAE ബന്ധത്തിന്റെ നേർചിത്രമായി മാറിയ വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിൽ 4000 കോടിയുടെ നിക്ഷേപം ലുലു പ്രഖ്യാപിച്ചു. റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് വലിയ നിക്ഷേപത്തിനാണ് ധാരണ. അഹമ്മദാബാദിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ നിർമ്മിക്കും. അത്യാധുനിക സൗകര്യങ്ങളോടെ ആഗോള നിലവാരത്തിൽ അഹമ്മദാബാദ് ലുലു മാൾ ഉയരും. 7500 പേർക്ക് തൊഴിലവസരമൊരുങ്ങും. ഇതിനു പുറമെ പഞ്ചനക്ഷത്ര ഹോട്ടലും അഹമ്മദാബാദിൽ നിർമ്മിക്കും. ഗുജറാത്തിൽ UAE സർക്കാർ നിർമ്മിക്കുന്ന ഫുഡ് പാർക്കിലും ലുലു ഭാഗമാകും. ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി കേന്ദ്രങ്ങളും ലോജിസ്റ്റിക് സെന്ററുകളും സ്ഥാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേൽ എന്നിവരുമായി ഉച്ചകോടിയുടെ ഭാഗമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. So we are going to start 2 major projects in the state of Gujarat. Strategy to expand the footprint in the UAE and in the retail hospitality in India, also in food processing sectors in Gujarat. Now, government of UAE is going to construct India's biggest food park in state of Gujarat, and we are also participating, and we are going to start logistics center plus food processing in that food park. And secondly, India's biggest shopping mall, because we have got 258 shopping malls and hypermarkets in all over the world. So we are going to start construction of our India's biggest shopping mall in the Ahmedabad city, where I crore investment plus 7,500 direct job opportunity. So thank you very much, Chief Minister and the ministers, who are providing all the facilities, help and assistance to investors in the state of Gujarat. So thank you very much. പുതിയ നിക്ഷേപ പദ്ധതികളുടെ മിനിയേച്ചർ മാതൃക UAE പവലിയനിൽ ലുലു ഗ്രൂപ്പ് പ്രദർശിപ്പിച്ചു. UAE വിദേശ വ്യാപാര സഹമന്ത്രി താനി ബിൻ അഹമ്മദ് അൽ സയൂദി, ഇന്ത്യയിലെ UAE അംബാസഡർ ജമാൽ അൽ ഷാലി, അബുദാബി ചേംബർ വൈസ് ചെയർമാൻ MA യൂസഫ് അലി എന്നിവർ ചേർന്നാണ് UAE പവലിയൻ ഉദ്ഘാടനം ചെയ്തത്. ഷെയ്ഖ് മുഹമ്മദിന്റെ സാന്നിധ്യം വൈബ്രന്റ് ഗുജറാത്ത് നിക്ഷേപ സംഗമത്തെ കൂടുതൽ സവിശേഷമാക്കിയെന്നും ഇന്ത്യയും UAEയും തമ്മിലുള്ള ദൃഢമായ ബന്ധത്തിന്റെ പ്രതീകമായി ഉച്ചകോടി മാറിയെന്നും MA യൂസഫ് അലി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ ഏറ്റവും മികച്ച സൗഹൃദമാണുള്ളത്. ഈ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായാണ് ചടങ്ങിൽ മുഖ്യാതിഥിയായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഗുജറാത്തിലെത്തിയതെന്ന് യൂസഫ് അലി ചൂണ്ടിക്കാട്ടി. UAEയിലെ 4 മന്ത്രിമാരും ഉന്നതതല പ്രതിനിധി സംഘവും ഉച്ചകോടിക്ക് എത്തിയിരുന്നു. ഇന്ത്യ UAE ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഈ ഉച്ചകോടി സാധിച്ചുവെന്നും MA യൂസഫ് അലി വിലയിരുത്തി. This is our Prime Minister का great vision. 20 years से वाइब्रेंट गुजरात हमारा प्राइम मिनिस्टर ने स्टार्ट किया. अभी UAE का प्रेसिडेंट हिज हाइनेस आया तो बहुत बड़ा इंटरनेशनल कॉन्फ्रेंस एंड कन्वेंशन हुआ और बहुत सारे लोग इधर दिल खोल के इन्वेस्ट करने के लिए भी आ रहा है. NRIs भी आ रहा है. तो वी आर आल्सो गोइंग टू कंस्ट्रक्ट इंडियाज बिगेस्ट शॉपिंग मॉल इन अहमदाबाद. So I congratulate the Prime Minister and the Chief Minister. सर कितना इम्पोर्टेंट है जिस तरीके से UAE के प्रेसिडेंट खुद यहाँ पे आए और कितना ग्रैंड वेलकम. इसमें क्या है, कंट्री का भी बहुत अच्छा रिलेशन है और प्राइम मिनिस्टर हिज हाइनेस का और हमारा प्राइम मिनिस्टर मोदी जी का भी पर्सनल रिलेशन भी बहुत अच्छा है, बहुत स्ट्रांग है. इसके लिए हाइनेस खुद इधर आया और ये इतना बड़ा फंक्शन में अटेंड किया है. ट्रेड रिलेशंस को कैसे देखते हैं UAE और UAE में है अंडर द लीडरशिप ऑफ 4 कैबिनेट मिनिस्टर्स एंड द डेलीगेशन साथ में आया. एक लुलु मॉल का मिनिएचर रखा हुआ है अहमदाबाद में पड़ा था, उसके बारे में सर बताइए जरा. वो अभी कंस्ट्रक्शन शुरू होएगा. इंडिया बिगेस्ट शॉपिंग मॉल वो तो मिनिएचर है, वो स्ट्रांग. अभी हम लोग इन्वेस्ट करने के लिए अभी हम लोग स्टार्ट करेगा, इसी साल स्टार्ट करेगा. വലിയ നിക്ഷേപങ്ങൾക്കാണ് വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിൽ വഴി തുറന്നതെന്നും ഇതിന് മുൻകൈയെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേലിനെയും അഭിനന്ദിക്കുന്നതായും MA യൂസഫ് അലി കൂട്ടിച്ചേർത്തു. 34 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളും ഉന്നതതല പ്രതിനിധികളും വ്യവസായ പ്രമുഖരും വൈബ്രന്റ് ഗ്ലോബൽ ഉച്ചകോടിയിൽ ഭാഗമായി.